കുരങ്ങു ചിത്തമാകവേ കരുത്തുകൾ നിറയ്ക്കണം. ബുദ്ധിശക്തി ഓർമ്മയും നിത്യശുദ്ധി വിനയം. നമസ്കാരം. ഏറനാടൻ നാട്ടുവാർത്തയുടെ NTVയിലേക്ക് സ്വാഗതം. വാർത്തകൾ വായിക്കുന്നത് നാസിഹ. ചക്ക മുതൽ നെല്ലിക്ക വരെ രുചിക്കൂട്ടിൽ വിഭവങ്ങൾ തയ്യാറാക്കി വ്യത്യസ്തമായൊരു ഭക്ഷ്യമേള. സമന്വയം റെസിഡൻസ് അസോസിയേഷനാണ് 150 കുടുംബങ്ങളെ പങ്കാളികളാക്കി ഭക്ഷ്യ മെഗാമേള സംഘടിപ്പിച്ചത്. മേളക്ക് രസം പകരാൻ ഗാനമേളയും. മേള ഹാൻഡ്മെയ്ഡ് കേക്ക് മുറിച്ച് ചേലേമ്പ്ര ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ജമീല ടീച്ചർ ഉദ്ഘാടനം ചെയ്തു. സമന്വയം റെസിഡൻസ് അസോസിയേഷന്റെ ഒരുമയും ഐക്യവും കേരളത്തിനാകെ മാതൃകയാണെന്ന് പ്രസിഡന്റ്. ഏറനാടൻ നാട്ടുവാർത്ത ഇനി പട്ടണമെങ്ങും. രുചിക്കൂട്ടിൽ വിഭവങ്ങൾ തയ്യാറാക്കി വ്യത്യസ്തമായൊരു ഭക്ഷ്യമേള സംഘടിപ്പിച്ച് മാതൃകയായിരിക്കുകയാണ് സമന്വയം റെസിഡൻസ് അസോസിയേഷൻ. മലപ്പുറം ജില്ലയിലെ ചേലേമ്പ്ര പഞ്ചായത്തിലെ പടിഞ്ഞാറ്റിൻപയ്യിലെ സമന്വയം റെസിഡൻസ് അസോസിയേഷന്റെ ആഭിമുഖ്യത്തിലാണ് 150 കുടുംബങ്ങളെ പങ്കാളികളാക്കി ഭക്ഷ്യ മെഗാമേള സംഘടിപ്പിച്ചത്. മേളക്ക് രസം പകരാൻ മച്ചിങ്ങൽ ഉണ്ണികൃഷ്ണൻ, നിരുപമ എന്നിവരുടെ മനോഹരമായ ഗാനമേളയും അരങ്ങേറി. മേള ഹാൻഡ്മെയ്ഡ് കേക്ക് മുറിച്ച് ചേലേമ്പ്ര ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ജമീല ടീച്ചർ ഉദ്ഘാടനം ചെയ്തു. സമന്വയം റെസിഡൻസ് അസോസിയേഷന്റെ ഒരുമയും ഐക്യവും കേരളത്തിനാകെ മാതൃകയാണെന്ന് പ്രസിഡന്റ് ആശംസാ പ്രസംഗത്തിൽ പറഞ്ഞു. 2023 മെയ് 25 ഞായറാഴ്ച പാലക്കാടൻ മുകുന്ദൻ എന്നിവരുടെ വീട്ടുപരിസരത്ത് വെച്ചാണ് ഭക്ഷ്യമേള സംഘടിപ്പിച്ചത്. ചടങ്ങിൽ സമന്വയം റെസിഡൻസ് അസോസിയേഷൻ സെക്രട്ടറി CM രാജേഷ് സ്വാഗതം പറഞ്ഞു. അസോസിയേഷൻ പ്രസിഡന്റ് ശ്രീ കൃഷ്ണൻ നമ്പീശൻ മാസ്റ്റർ അധ്യക്ഷത വഹിച്ചു. ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് KP ദേവദാസ്, 7ാം വാർഡ് മെമ്പർ മുരളീധരൻ, സമന്വയം റെസിഡൻസ് അസോസിയേഷൻ ആക്ടിംഗ് പ്രസിഡന്റ് ശശി മാസ്റ്റർ, വൈസ് പ്രസിഡന്റുമാരായ ചന്ദ്രൻ ചക്കമാട്ട്, പാലക്കാടൻ മുകുന്ദൻ, മാതൃസമിതി പ്രസിഡന്റ് ചാന്ദിനി അനിൽകുമാർ എന്നിവർ ആശംസകൾ അർപ്പിച്ചു. അസോസിയേഷൻ ട്രഷറർ ജനാർദ്ദൻ AO നന്ദി പ്രകാശനവും നടത്തി. 150 കുടുംബങ്ങൾ ഉൾപ്പെടുന്ന സമന്വയം റെസിഡൻസ് അസോസിയേഷനിലെ മിക്കവാറും എല്ലാ വീടുകളിൽ നിന്നും ഭക്ഷ്യവിഭവങ്ങൾ മേളയിലേക്ക് വീട്ടിൽ നിന്ന് ഉണ്ടാക്കിക്കൊണ്ടുവന്നിരുന്നതായും അസോസിയേഷനിൽ എല്ലാ മാസങ്ങളിലും ഓരോരോ പ്രവർത്തനങ്ങൾ സംഘടിപ്പിക്കാറുണ്ടെന്നും സമന്വയം റെസിഡൻസ് അസോസിയേഷൻ ആക്ടിംഗ് പ്രസിഡന്റ് ശശികുമാർ മാസ്റ്റർ ഏറനാടൻ നാട്ടുവാർത്തയോട് പറഞ്ഞു. പച്ചക്കറി തൈകളുടെ വിതരണം, ജൈവവള വിതരണം, കാർഷിക ക്ലാസുകൾ, ആരോഗ്യ ക്ലാസുകൾ, ടൂർ, ഭക്ഷ്യമേള, വ്യക്തിത്വ വികസന ക്ലാസുകൾ, റോഡ് ശുചീകരണം, വിവിധ ദിനാചരണങ്ങൾ, SSLC കുട്ടികൾക്കുള്ള നൈറ്റ് ക്യാമ്പ്, ഫസ്റ്റ് എയ്ഡ് ബോധവൽക്കരണ ക്ലാസുകൾ, വിവിധ മേഖലകളിൽ മികവ് തെളിയിച്ചവരെ ആദരിക്കൽ, ചാരിറ്റി എന്നിങ്ങനെയുള്ള വിവിധ പ്രവർത്തനങ്ങളാണ് ഓരോ മാസവും സംഘടിപ്പിക്കാറുള്ളത്. കൂടാതെ എല്ലാ വർഷവും വിപുലമായ വാർഷികാഘോഷവും സംഘടിപ്പിക്കാറുണ്ടെന്നും അദ്ദേഹം വ്യക്തമാക്കി. അസോസിയേഷന്റെ പ്രവർത്തനങ്ങൾക്ക് 2019 സംസ്ഥാനത്തെ ഏറ്റവും മികച്ച റെസിഡൻസ് അസോസിയേഷനുള്ള 1 ലക്ഷം രൂപയുടെ സംസ്ഥാനതല അവാർഡും ലഭിച്ചിരുന്നു. ചക്ക, ചക്കക്കുരു, വാഴക്കൂമ്പ്, മാങ്ങ, നെല്ലിക്ക, പഴം, കൂവ തുടങ്ങി പോഷകമൂല്യം കൂടിയ നാടൻ ഇനങ്ങൾ കൊണ്ട് ഉണ്ടാക്കിയ വിഭവങ്ങളും മേളയിൽ പ്രദർശിച്ചിരുന്നു. ചക്ക, ചക്കക്കുരു, വാഴക്കൂമ്പ്, മാങ്ങ, നെല്ലിക്ക, പഴം, കൂവ തുടങ്ങിയ പോഷകമൂല്യം കൂടിയ നാടൻ ഇനങ്ങൾ കൊണ്ട് ഉണ്ടാക്കിയ വിഭവങ്ങളും മേളയിൽ പ്രദർശിപ്പിച്ചിരുന്നു. സമന്വയം കുടുംബാംഗമായ സവിത ബൈജു ഉണ്ടാക്കിക്കൊണ്ടുവന്ന കേക്ക് മുറിച്ചാണ് പഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീമതി ജമീല ടീച്ചർ ഭക്ഷ്യമേള ഉദ്ഘാടനം ചെയ്തത്. കുടുംബാംഗങ്ങൾ തമ്മിലുള്ള സ്നേഹബന്ധം ഊട്ടിയുറപ്പിക്കുന്നതിനും പുതിയ ഭക്ഷ്യവിഭവങ്ങൾ പരിചയപ്പെടുത്തുന്നതിനും കാലക്രമേണ അന്യം നിന്നുപോയ ഭക്ഷണ വിഭവങ്ങൾ പുതുതലമുറക്ക് പരിചയപ്പെടുത്തുന്നതിനും ആരോഗ്യകരമായ ഭക്ഷണശീലങ്ങൾ രൂപപ്പെടുത്തുന്നതിനും വേണ്ടിയാണ് ഭക്ഷ്യമേള സംഘടിപ്പിച്ചത്. ഭക്ഷ്യവിഭവങ്ങൾ ഉണ്ടാക്കിക്കൊണ്ടുവന്ന എല്ലാ വീട്ടമ്മമാർക്കും പ്രോത്സാഹന സമ്മാനങ്ങളും നൽകി. ന്യൂസ് ബ്യൂറോ NTV.
ന്യൂസ് ബ്യൂറോ, NTV, മലപ്പുറം.